ഈ ഞായറാഴ്ച ദിവസം പോലും മേയർ വി രാജേഷ് തിരുവനന്തപുരത്തെ നഗരസഭയിൽ എത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പുറത്തുനിന്ന് നോക്കുന്ന ചിലർ കാണാതെ പോയ, എന്നാൽ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പെൺകുട്ടികൾക്ക് വരാൻ പോകുന്ന, ഭാവിയിലെങ്കിലും വരാൻ പോകുന്ന ദുരിതത്തെ ഇപ്പോൾ തന്നെ തടയിടണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി രാജേഷ് പണികൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പാകളിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? ക്രോസ് മസാജിംഗ് അടക്കമുള്ള പേരിട്ടുകൊണ്ട് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ കോപ്രായത്തരങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വി രാജേഷ്. അതായത് സ്പാകളുടെ മറവിൽ ക്രോസ് മസാജിംഗ് നടക്കുകയാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളും മസാജ് ചെയ്യുന്ന ആ വൃത്തികേട് ഈ നാട്ടിൽ നടക്കുകയില്ല, ഈ സമൂഹത്തിൽ, ഈ നഗരത്തിൽ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് വി രാജേഷ്. മുഖ്യമന്ത്രിയെ പോലും സൈഡാക്കുന്ന തരത്തിലാണ് വി രാജേഷിന്റെ പുതിയ നീക്കങ്ങളെന്ന് വ്യക്തമാവുകയാണ്. ഒരമ്മയും അച്ഛനും മക്കളും തമ്മിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ആ പെൺകുട്ടികളെ വലവിരിച്ച് മസാജ് സെന്ററിൽ കൊണ്ടുവന്ന് മറ്റുള്ള ആണുങ്ങളെ തങ്ങളുടെ മുന്നിൽ കിടത്തിക്കൊണ്ട് അത് മസാജ് ചെയ്യുകയും പിന്നീട് അവർ മോശമായ രീതിയിലേക്ക് അവരെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതൊരു കാരണവശാലും നടക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, ഈ ലൈസൻസുകളെ പൂർണ്ണമായി പൂട്ടിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എല്ലായിടത്തും റെയ്ഡുകൾ അടക്കം നടത്തും, മിന്നൽ പരിശോധനകൾ നടത്തും. ഇത്തരത്തിലുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എവിടെ നടന്നാലും അവിടെ കൃത്യമായുള്ള പൂട്ടിടും എന്ന് തന്നെയാണ് വി രാജേഷ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വി രാജേഷ് എടുത്ത മറ്റൊരു നിർണായക തീരുമാനമുണ്ട്. ഈ വി രാജേഷ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പോലും സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഒരു സ്പാ സെന്ററിൽ ഒരു യുവതി അവിടെ ഒരു ഇന്റർവ്യൂവിനായി പോവുകയാണ്. യുവതിയോട് ഇത്തരം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും യുവതി അതിന് സമ്മതിക്കാതെ വരികയും ചെയ്യുന്നു. ആ യുവതി കയ്യേറ്റ ശ്രമത്തിന് പോലും അവിടെ ചില നടപടികൾ നടന്നു, ചില നീക്കങ്ങൾ നടന്നു എന്നാണ് വി രാജേഷ് പറയുന്നത്. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ പെൺകുട്ടികളെ വഴിതെറ്റിക്കാനായി അല്ലെങ്കിൽ ആൺകുട്ടികളെ വഴിതെറ്റിക്കാൻ നടത്തുന്ന ഈ പരിപാടികൾ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വി രാജേഷ് പറയുന്നത്. നോക്കൂ, മറ്റുള്ള പല നേതാക്കളിൽ മറ്റുള്ള പലരും അത്രയൊന്നും ശ്രദ്ധിക്കാതെ മസാജിംഗ് സെന്ററിൽ അതൊക്കെ നടന്നു പോട്ടെ എന്ന് കണ്ണടയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതെന്തായാലും നടക്കുകയില്ല. ഒരു ഞായറാഴ്ച ഒരു നഗരസഭാ സെക്രട്ടറി ആ നഗരസഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അധിക നാൾ മാത്രമേ ആയിട്ടുള്ളൂ. വി രാജേഷ് നഗരസഭ പിതാവായി വന്നതിന് ശേഷം മാത്രമാണ് നഗരസഭ ഞായറാഴ്ചകളിൽ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം നമുക്ക് നീക്കങ്ങൾ, അല്ലെങ്കിൽ തുടങ്ങാം നമുക്ക് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായ രീതിയിൽ വി രാജേഷ് പറയുന്നത്. കുറച്ച് ശബ്ദമൊക്കെ തന്നെ കടുപ്പിച്ചുകൊണ്ടാണ്. ഭീഷണിയുടെ സ്വരത്തിൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ, നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഭീഷണിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിക്കോളൂ, അങ്ങനെ തന്നെ വെച്ചുകൊള്ളൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ആ വാർത്താ സമ്മേളനം നമുക്കൊന്ന് കേൾക്കാം. തിരുവല്ലയിൽ അനധികൃത സ്പായുടെ മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് തിരുവല്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി സംസാരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി ഇന്ന് ഞായറാഴ്ചയായിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട്, നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല. കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും.
അതോടൊപ്പം തന്നെ ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല, തിരിച്ചും പാടില്ല, ഇതാണല്ലോ നിയമം. എന്നാൽ വ്യാപകമായി ഈ സ്പാകളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ്. അതുപോലെ തന്നെ മാസിയർ, ഡോക്ടർ, ഇവർ രണ്ടുപേരുടെ സാന്നിധ്യം നിർബന്ധമാണ്. ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയർ ഉണ്ടാകാറില്ല, ഡോക്ടർമാരും ഉണ്ടാകാറില്ല. അത് ഞങ്ങൾ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാർ പോലീസിൻ്റെയും കോർപ്പറേഷൻ്റെയും കർശന നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട, ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇവരുടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. വളരെ അപകടകരമായ, ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെൻറ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ, അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല. ഇത് ലഭ്യമായൊരു വിവരമാണ്. അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അതും പരിശോധിക്കണം. സെക്രട്ടറി നിന്ന് വന്നിട്ടുണ്ട്. സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ചില ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, പോലീസിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറുണ്ട്. അപ്പോൾ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അംഗീകൃത മാസിയർ ഉണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം. ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ക്രോസ് മസാജിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു കാരണവശാലും ക്രോസ് മസാജിങ് അനുവദിക്കില്ല.